ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുതിരകളുടെ വാങ്ങിച്ചു കൂട്ടുക എന്നുള്ളതായിരുന്നു ഹോബി. തൻ്റെ കുതിരാലയം മുഴുവൻ അദ്ദേഹം വിവിധ തരത്തിലുള്ള കുതിരകളെ വാങ്ങി ഇങ്ങനെ നിറയ്ക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കുതിര കച്ചവടക്കാരൻ ഇതറിഞ്ഞ് ആ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിയിട്ട് പറഞ്ഞു, അങ്ങുന്നേ, ഇത് അറേബ്യയിൽ നിന്നും കൊണ്ടുവന്ന വളരെ വിശിഷ്ടമായ ഒരു കുതിരയാണ്. അങ്ങുന്നതിനിത് ഇഷ്ടമാണെങ്കിൽ താങ്കളുടെ കുതിരാലയത്തിൽ ഇവനെ കൂടെ പാർപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. രാജാവിന് ആ കുതിരയെ കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടമായി. അറേബ്യയിൽ നിന്നുള്ള കുതിരയല്ലേ, വളരെ സുന്ദരനായ ഒരു കുതിരയായിരുന്നു. രാജാവ് സന്തോഷം കൊണ്ട് ഒരു 500 സ്വർണ്ണ നാണയങ്ങൾ ആ കുതിര കച്ചവടക്കാരന് നൽകി. അപ്പോൾ കുതിരക്കച്ചവടക്കാരൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇതുപോലെ വേറെ 2 കുതിരകൾ കൂടി ഉണ്ട്. അങ്ങേക്ക് ഇഷ്ടമാകുമോ ഇല്ലയോ എന്നറിയാത്തത് കൊണ്ടാണ് ഞാൻ അവരെ കൊണ്ടുവരാതിരുന്നത്. ഈ കുതിരയെ ഇഷ്ടമായ സ്ഥിതിക്ക് ഞാൻ ആ 2 കുതിരകളെ കൂടെ കൊണ്ടുതരാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജാവിന് വീണ്ടും വളരെയധികം സന്തോഷം തോന്നി. അദ്ദേഹം ഒരു 1000 സ്വർണ്ണ നാണയങ്ങൾ കൂടി ആ കുതിര കച്ചവടക്കാരന് കൊടുത്തു. കുതിര കച്ചവടക്കാരൻ വളരെയധികം സന്തോഷത്തോടെ കൊട്ടാരത്തിൽ നിന്നും പോയി. അങ്ങനെ 2 ദിവസമായി, 2 ആഴ്ചയായി, 2 മാസമായി. ആ പോയ കുതിര കച്ചവടക്കാരൻ തിരിച്ചു വന്നതേയില്ല. രാജാവും രാജ്യത്തിലുള്ളവരും എല്ലാവരും ഈ കുതിര കച്ചവടക്കാരൻ്റെ കാര്യം മറന്നും പോയി. അങ്ങനെ ഒരു ദിവസം രാജാവ് ഒരു സായാഹ്ന സവാരിക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ അവിടെ ഒരാൾ ഒരു കടലാസിൽ കുറേ പേരുകൾ കുത്തിക്കുറിക്കുന്നത് കണ്ടു. അപ്പോൾ രാജാവ് ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ പേരുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഇതിൽ എൻ്റെ പേരാണല്ലോ ആദ്യം എഴുതിയിരിക്കുന്നത്, എന്താണ് കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ രാജ്യത്തുള്ള വിഡ്ഢികളുടെ ലിസ്റ്റ് ഞാൻ എഴുതുകയായിരുന്നു. അപ്പോൾ രാജാവിന് വളരെയധികം ദേഷ്യം തോന്നി. ഞാനാണോ ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിഡ്ഢി എന്ന് പറഞ്ഞു. പിന്നല്ലാതെ, നിങ്ങളെ ആ കുതിര കച്ചവടക്കാരൻ പറ്റിച്ചുകൊണ്ട് പോയില്ലേ, അപ്പോൾ പിന്നെ താങ്കളല്ലേ വിഡ്ഢി എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ്, ആ കുതിര കച്ചവടക്കാരൻ തിരിച്ചു വന്ന് ആ 2 കുതിരകളെ നൽകിയാൽ നിങ്ങൾ ഈ പേര് വെട്ടിച്ചേർക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ ഈ പേര് വെട്ടിയിട്ട് പകരം ആ കുതിര കച്ചവടക്കാരൻ്റെ പേര് ആദ്യം എഴുതും എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? കേൾക്കാൻ നല്ല രസമുള്ള കഥ അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? ശരിക്കും നമ്മൾ ആരെയും ഒരു മുഖവിലയോടുകൂടി ആരെയും വിലയിരുത്തരുത് അല്ലേ? രാജാവിനെ പോലെ ഒരുപാട് സത്യസന്ധനായി പോയാൽ നമ്മൾ ജീവിതത്തിൽ കബളിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ ഏത് കച്ചവടമായാലും ഏത് കാര്യമായാലും ആൾക്കാരുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും എല്ലാം ഇടപഴകുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് സൂക്ഷിച്ച് അവർ നല്ലവരാണോ ചീത്തവരാണോ എങ്ങനെയാണ് എന്നെല്ലാം ഒന്ന് വിലയിരുത്തിയതിന് ശേഷം അവരുമായിട്ടുള്ള ബന്ധങ്ങൾ തുടരുകയാണെങ്കിൽ ആ ബന്ധങ്ങൾ എന്നും നിലനിൽക്കും.